പ്രിയ കുട്ടികളെ, നമുക്കിനി പഠിക്കേണ്ട ചാപ്റ്റർ മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. ഒരു വളരെ ചെറിയ ചാപ്റ്ററാണ്, നല്ല എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സെൻറ്റൻസ് വിച്ച് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെൻറ്റൻസാണ്. ഒന്നുകിൽ അത് ശരിയായിരിക്കണം, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കണം. രണ്ടും കൂടി ആകാൻ പാടില്ല. denoted by the letters P, Q, R, S, etc. P, Q, R, S, etc. എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്. ട്രൂത്ത് വാല്യൂ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഐദർ ട്രൂ വൈവിറ്റി ഓർ ഫാൾസ് എഫ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ ഒന്നുകിൽ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഡിനയൽ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് P ഈസ് കോൾഡ് നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് denoted by negation P അല്ലെങ്കിൽ നോട്ട് ടു P. അപ്പോൾ P എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷനാണ് നെഗേഷൻ P അല്ലെങ്കിൽ നോട്ട് ടു P. നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് P ഈസ് ഫോംഡ് ബൈ ഇൻസേർട്ടിങ് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ബിഫോർ P. ഒരു P എന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ ഉണ്ടാക്കാനായിട്ട് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന Pയുടെ ഫ്രണ്ടിൽ ചേർത്താൽ മതി, മുമ്പിലായിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ ബൈ ഇൻസർട്ടിങ് നോട്ട് അറ്റ് പ്രോപ്പർ പ്ലേസ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് P. നോട്ട് എന്ന് പറയുന്ന വാക്ക് P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോപ്പർ പ്ലേസിൽ ചേർത്താലും നെഗേഷൻ P കിട്ടും. അഞ്ചാമത്തെ കാര്യം, ഇഫ് P ഈസ് ട്രൂ ദെൻ നെഗേഷൻ P ഈസ് ഫാൾസ്, ഓർ ഇഫ് P ഈസ് ഫാൾസ് ദെൻ നെഗേഷൻ P ഈസ് ട്രൂ. ആറാമത്തെ കാര്യം, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസിങ് സം കണക്റ്റിംഗ് വേർഡ്സ് ലൈക്ക് ആൻഡ്, ഓർ, ഈഫ്, ദെന്ന്, ഈഫ് ആൻഡ് ഓൺലി ഈഫ്. 4 വാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ ആൻഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഓർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈഫ് ദെൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഉപയോഗിച്ച് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കമ്പൈൻ ചെയ്യും. രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സ് 4 എണ്ണം ഉണ്ട്. ആൻഡ്, ഓർ, ഈഫ്, ദെന്ന്, ഈഫ് ആൻഡ് ഓൺലി ഈഫ്. നമ്മുടെ ആവശ്യാനുസരണം ഏതാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാൻ എടുക്കാം. ഏഴാമത്തെ കാര്യം, ഇൻ എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈച്ച് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓരോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെയും കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻഡ് ഈസ് ട്രൂ ഈഫ് ഓൾ ഇറ്റ്സ് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകണമെങ്കിൽ ആ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ 3 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആകണം. ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഓർ ഈസ് ട്രൂ വെൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓർ എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകണമെങ്കിൽ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ശരിയായാൽ മതി. ആൻഡ് എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ട്രൂ ആയാൽ മാത്രമേ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുള്ളൂ. ഇനി അടുത്തത്, പി ഓർ ക്യൂവിൻ്റെ മീനിങ് എന്താണ്? പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ഓഫ് പി ഓർ ക്യൂ. പി ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ക്യൂ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ്. പി ഓർ ക്യൂ. ഇൻക്ലൂസീവ് ഓറുണ്ട്, എക്സ്ക്ലൂസീവ് ഓറുണ്ട്. ഇൻക്ലൂസീവ് ഓറിൽ പി ഓർ ക്യൂ ഓർ ബോത്ത്. എക്സ്ക്ലൂസീവ് ഓറിൽ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. ഇൻക്ലൂസീവ് ഓറിൽ പി ഓർ ക്യൂ ഓർ ബോത്ത്. എക്സ്ക്ലൂസീവ് ഓറിൽ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാം. ഇൻക്ലൂസീവ് ഓറും ഉണ്ട്, എക്സ്ക്ലൂസീവ് ഓറും ഉണ്ട്. ഇൻക്ലൂസീവ് ഓറിൽ പി ഓർ ക്യൂ മാത്രമല്ല ബോത്തും ഉണ്ട്. എക്സ്ക്ലൂസീവ് ഓറിൽ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്.
അതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. ഫ്രേസസ് ദാറ്റ് ടെൽസ് എബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ദ വേരിയബിൾ ഇൻവോൾവ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കോൾഡ് ക്വാണ്ടിഫയേഴ്സ്. ഫ്രേസസ്, ഏതൊക്കെ ഫ്രേസസ് ആണോ ക്വാണ്ടിറ്റി ഓഫ് ദ വേരിയബിൾ ഇൻവോൾവ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത് അതിൻ്റെ പേരാണ് ക്വാണ്ടിഫയേഴ്സ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിഫയേഴ്സാണ് ദെയർ എക്സിസ്റ്റ്, ഫോർ ഓൾ, ഫോർ എവരി. ക്വാണ്ടിഫയേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് ദ വേരിയബിൾ ഇൻവോൾവ് ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ് ക്വാണ്ടിഫയേഴ്സ്. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ക്വാണ്ടിഫയേഴ്സാണ് ദെയർ എക്സിസ്റ്റ്, ഫോർ ഓൾ, ഫോർ എവരി. ക്വാണ്ടിറ്റിയെ ആണിത് സൂചിപ്പിക്കുന്നത്. അടുത്തത് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോം ഇഫ് പി ദെൻ ക്യൂ ഈസ് കോൾഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പി ഇംപ്ലൈസ് ക്യൂ ഇട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോം ഇഫ് പി ദെൻ ക്യൂ ഈസ് കോൾഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പി ഇംപ്ലൈസ് ക്യൂ ഇട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ആണെന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ തന്നെ പി ഇംപ്ലൈസ് ക്യൂ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് ഇതാന്ന് ചോദിച്ചാൽ ഇഫ് ക്യൂ ദെൻ പി എന്ന് പറയണം, അല്ലെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി. കോൺട്രാപോസിറ്റീവ് ചോദിച്ചാൽ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, എന്ന് വെച്ചാൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. നമ്മുടെ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ആണെന്നിരിക്കട്ടെ. ഇഫ് പി ദെൻ ക്യൂ സിമ്പിൾ ഉപയോഗിച്ച് എഴുതാണ് പി ഇംപ്ലൈസ് ക്യൂ. ഇതിൻ്റെ കോൺവേഴ്സും ചോദിക്കും, ഇതിൻ്റെ കോൺട്രാപോസിറ്റീവും ചോദിക്കും. ഇതിൻ്റെ കോൺവേഴ്സും ഇഫ് ക്യൂ ദെൻ പി ആണ്, അതായത് ക്യൂ ഇംപ്ലൈസ് പി. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. അപ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. 14 പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ. വായിക്കുന്നത് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ ക്യൂ എന്ന് പറയാം. വി ക്യാൻ പ്രൂവ് ദ വാലിഡിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ബൈ. അപ്പോൾ ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന ഇത് പി ഇംപ്ലൈസ് ക്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി 3 തരത്തിൽ പ്രൂവ് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ്, കോൺട്രാപോസിറ്റീവ് മെത്തേഡ്, കോൺട്രഡിക്ഷൻ മെത്തേഡ്. അതിൽ ഡയറക്റ്റ് മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അസ്യൂം പി ഈസ് ട്രൂ ദെൻ പ്രൂവ് ക്യൂ മസ്റ്റ് ബി ട്രൂ. കോൺട്രാപോസിറ്റീവ് മെത്തേഡിൽ അസ്യൂം, കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അസ്യൂം ക്യൂ ഈസ് ഫാൾസ് ദെൻ പ്രൂവ് പി ഈസ് ഫാൾസ്. നെഗേഷൻ ക്യൂ നെഗേഷൻ പി ആണ്. ക്യൂ ഫാൾസ് ആണ് അസ്യൂം ചെയ്തിട്ട് പിയും ഫാൾസ് ആണ് തെളിയിക്കുക. കോൺട്രഡിക്ഷൻ മെത്തേഡിൽ ചോദിക്കുന്നത് അസ്യൂം പി ഈസ് ട്രൂ and q is false and obtain a contradiction for this. p ട്രൂ ആണെന്ന് സങ്കല്പിച്ചിട്ട് നമുക്ക് p ട്രൂ ആണെന്നും q ഫാൾസ് ആണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടുക. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ടത് കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് കണക്ട് ചെയ്യാനാണ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചാൽ മതി. നമുക്കൊരു കോൺട്രഡിക്ഷൻ മെത്തേഡിൽ കിട്ടണം. പി ട്രൂ ആണെന്നും ക്യൂ ഫാൾസ് ആണെന്നും അസ്യൂം ചെയ്തിട്ട് ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടണം. അതേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യം മനസ്സിലാവും. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഓഫ് എ സിറ്റുവേഷൻ ടു പ്രൂവ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. ഒരു സിറ്റുവേഷൻ എടുക്കുക, എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ്റെ പറയുക, എന്ത് പ്രൂവ് ചെയ്യാൻ, ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ എന്ന് കാണിക്കാം. അതാണ് കൗണ്ടർ എക്സാമ്പിൾ. ഇഫ് പി ദെൻ ക്യൂ ഹാസ് ദ മീനിങ്സ്. ഇഫ് പി ദെൻ ക്യൂവിന് പല മീനിങ് ഉണ്ട്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയാം, പി ഈസ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ക്യൂ എന്ന് പറയാം, പി ഒൺലി ഇഫ് ക്യൂ എന്ന് പറയാം, ക്യൂ ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ പി എന്ന് പറയാം, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറയാം. അങ്ങനെ 6 മീനിങ് ആണുള്ളത് ഇഫ് പി ദെൻ ക്യൂവിന്. 1 പി ഇംപ്ലൈസ് ക്യൂ, 2 പി ഈസ് എ സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ക്യൂ, 3 പി ഒൺലി ഇഫ് ക്യൂ, 4 ക്യൂ ഈസ് എ നെസസറി കണ്ടീഷൻ ഫോർ പി, 5 നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അങ്ങനെ 6 മീനിങ് ഉണ്ട്. ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. പ്രോബ്ലം ഇവിടം തൊട്ടാണ്. പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ 17 ഫോർമുല വായിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു സെൻറ്റൻസ് ആണത്. ഒന്നുകിൽ അത് ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കണം. രണ്ടും കൂടി ആകാൻ പാടില്ല. PQRS എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ്, ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്.
ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ട്രൂത്ത് വാല്യൂ രണ്ടെണ്ണം ഉണ്ട്. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ എഫും ആണ് സൂചിപ്പിക്കുന്നത്. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ പി ആണ്. അതിൻ്റെ അർത്ഥം നോട്ട് പി എന്നാണ്. നെഗേഷൻ പിയുടെ ഉണ്ടാക്കാനായിട്ട് ഇറ്റ് ഈസ് ഫാൾസ് ആയിട്ട് ഫ്രണ്ടിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കറക്റ്റ് സ്ഥലത്ത് നോട്ട് പിയിലിട്ടാൽ മതി. പിന്നെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്പൈനിങ് ടു ഓർ മോർ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസിങ് സം കണക്റ്റിംഗ് വേർഡ്സ് ആൻഡ് ഓറോ ഇഫ് തന്നെ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ആൻഡോ ഓറോ ഇഫ് തന്നോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അത്രയും കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിച്ച് 2 or 3 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നത്. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓരോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇതൊന്നും പ്രധാനപ്പെട്ട ഒന്നുമല്ല, ഇതും പ്രധാനപ്പെട്ടതല്ല, ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല. ക്വാണ്ടിഫയേഴ്സ് ക്വാണ്ടിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസസ് ആണ്. അത് ഏതൊക്കെയാണ്? ദെയർ എക്സിസ്റ്റ് ഫോർ ഓൾ ഫോർ എവരി. ക്വാണ്ടിറ്റിയെ കാണിക്കുന്ന 3 വാക്കുകൾ ഓർത്തിരിക്കുക. ഇതൊന്ന് ഓർത്തിരുന്നാൽ ദെയർ എക്സിസ്റ്റ് ഫോർ ഓൾ ഫോർ എവരി, അവയാണ് ക്വാണ്ടിഫയേഴ്സ്. പിന്നെ ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല. പിന്നെ ഇത് പ്രധാനപ്പെട്ടതാണ്. ഇഫ് പി ദെൻ ക്യൂ അല്ലെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഇഫ് ക്യൂ ദെൻ പി അല്ലെങ്കിൽ ക്യൂ ഇംപ്ലൈസ് പി എന്ന് എഴുതണം. ഇഫ് പി ദെൻ ക്യൂ എന്ന് പറയുന്ന പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതാൻ പറഞ്ഞാൽ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി പറയണം. അത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി അല്ലെങ്കിൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. ഇത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒന്നും പ്രധാനപ്പെട്ടല്ല. കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് നമുക്ക് ഇഫ് പി ദെൻ ക്യൂവിൻ്റെ വാലിഡിറ്റി പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലം പഠിച്ചാൽ മതി. പി ട്രൂ ആണെന്നും ക്യൂ ഫാൾസ് ആണെന്നും അസ്യൂം ചെയ്തിട്ട് ഒരു കോൺട്രഡിക്ഷനിൽ നമ്മൾ എത്തിയാൽ മതി. ഇത് കണക്ക് ചെയ്യുമ്പോൾ പിടികിട്ടിക്കോളും. വേറെ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ പഠിക്കാനുള്ളത് 15-ലെ കോൺട്രഡിക്ഷൻ മെത്തേഡ് 13 മനസ്സിലാക്കണം. പിന്നെ 11-ലെ ക്വാണ്ടിഫയേഴ്സ് 3 വാക്കുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാന്ന് അറിഞ്ഞിരിക്കണം. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഓരോ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സും അറിയപ്പെടുന്ന കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 or 3 സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിന് ഏതൊക്കെ കണക്റ്റിംഗ് വേർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്? ആൻഡ് ഓറോ ഇഫ് ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അതൊന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇറ്റ് ഈസ് ഫാൾസ് ആയിട്ട് ഫ്രണ്ടിൽ ചേർക്കുകയോ നോട്ട് കറക്റ്റ് സ്ഥലത്ത് ചേർത്ത് പി എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ പി ഉണ്ടാക്കാൻ പറ്റും. ട്രൂത്ത് വാല്യൂ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടെണ്ണമാണ്. ട്രൂ ഓർ ഫാൾസ്. സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെൻറ്റൻസാണ്. അതൊന്നുകിൽ ശരിയായിരിക്കണം അല്ലെങ്കിൽ തെറ്റായിരിക്കണം. രണ്ടും കൂടി ആകാൻ പാടില്ല. പി ക്യു ആർ എസ് അങ്ങനെ സിമ്പിൾ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ 17 എണ്ണത്തിൽ നിന്ന് അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചാലല്ലേ ഈ പാഠത്തിലെ കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ വരുള്ളൂ എന്നോർത്ത് എഴുതിയേ ഉള്ളൂ. അറിഞ്ഞിരുന്നാൽ മതി ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഈ ആദ്യത്തെ കണക്ക് മാത്രമാണ് വായിച്ചേക്കാം. റൈറ്റ് നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ 7 കണക്ക് തന്നിട്ട് എല്ലാത്തിൻ്റെയും നെഗേഷൻ എഴുതാൻ. നെഗേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? നോട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അല്ലാത്തടത്ത് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ ചേർത്താൽ മതി. ഇതിലേതെങ്കിലും രീതിയിൽ കൂടെ എഴുതാം. √5 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ √5 ഈസ് എ കോംപ്ലക്സ് നമ്പർ. നോട്ട് കളഞ്ഞു. രണ്ടാമത്തത് സം ഓഫ് 3 and 4 is 9. അപ്പോൾ ഇറ്റ് ഈസ് ഫാസ്റ്റ് ദാറ്റ് സം ഓഫ് 3 and 4 is 9. ഒരു വാക്ക് പോലും കളയരുത്. ഇറ്റ് ഈസ് ഫാസ്റ്റ് ദാറ്റ് എന്ന് മാത്രം ഫ്രണ്ടിൽ ചേർക്കാം. ദ സം ഓഫ് 3 and 4 is 9. √7 ഈസ് റാഷണൽ. ഒന്നിലെ √7 ഈസ് നോട്ട് കറക്റ്റ് സ്ഥലത്ത് ചേർത്ത് നോട്ട് റാഷണൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √7 ഈസ് റാഷണൽ. ഇതിലേതെങ്കിലും രീതി കൂടെ പറയുക. അടുത്തത് ഇറ്റ് ഈസ് ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. അടുത്തത് 5-ാമത്തത് √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. √2 ഈസ് എ കോംപ്ലക്സ് നമ്പർ. നോട്ട് കളഞ്ഞു. 6-ാമത്തത് √2 ഈസ് ഇറാഷണൽ. ഈ 5-ാമത്തെ വേറെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. നോട്ട് കളഞ്ഞ √2 ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √2 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. 6-ാമത്തത് √2 ഈസ് ഇറാഷണൽ. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. 7-ാമത്തത് ബോത്ത് ദി ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ഹാവ് ദ സെയിം ലെങ്ത്. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ബോത്ത് ദി ഡയഗണൽസ് ഓഫ് എ റെക്ടാങ്കിൾ ഹാവ് ദി സെയിം ലെങ്ത്. അപ്പോൾ ഈ 7 ക്വസ്റ്റ്യനിലും വേണമെങ്കിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഫ്രണ്ടിൽ ചേർത്ത് 7 പറയാം. അല്ലെങ്കിൽ നോട്ടുള്ളത് നോട്ടില്ലാതെ എഴുതാം. കറക്റ്റ് സ്ഥലത്ത് നോട്ട് ചേർത്ത് എഴുതാം.
ഇനി സംശയം വരുവാണെങ്കിൽ ഫ്രണ്ടിൽ ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് മാത്രം ചേർത്താൽ മതി, നെഗേഷൻ കിട്ടിക്കോളും. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം വരെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഇനി 2 കോൺട്രാപോസിറ്റീവ് എഴുതാൻ അതിപ്പോൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ 1 വരെയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക. ഈ പാഠം വളരെ ചെറുതാണ്. 2, 3, 4, 5, 6, 7 കണക്ക്, 8 കണക്ക്, എത്ര കണക്കുള്ളത് നോക്കട്ടെ, 8. 8ാമത്തെ കണക്കിൽ ഇത് തീരും. ഇത്രയേ ഉള്ളൂ. അത്രയും ചെറിയൊരു പാഠമാണ്. 2ാമത്തെ കണക്ക് പറയുമ്പോൾ പറഞ്ഞേക്കാം. ഇതുണ്ട്, കോൺട്രാപോസിറ്റീവ് എഴുതുക. കോൺട്രാപോസിറ്റീവ് എഴുതാന്ന് വെച്ചാൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി എന്ന് എഴുതണം. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി എന്ന രൂപത്തിൽ ഉത്തരം എഴുതണം. ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഇക്വലാറ്ററൽ ഇറ്റ് ഈസ് ഐസോസെലസ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററലാണ് പി. ഈഫല്ല, എ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ എന്ന് പറയുന്ന കാര്യമാണ് പി. ഇറ്റ് ഈസ് ഐസോസെലസ് ആണ് ക്യൂ. അപ്പോൾ നെഗേഷൻ ക്യൂ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഐസോസെലസ്. ഇറ്റെന്ന് തുടക്കത്തിൽ പറയാൻ പറ്റില്ല. അപ്പം ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാറ്ററൽ. തുടക്കത്തിൽ ഇറ്റെന്ന് പറയത്തില്ലല്ലോ. ഈ ശരിക്കും ഇതാണ് ക്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഐസോസെലസ്. ഇറ്റ് ആദ്യം പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാറ്ററൽ. ഇവിടെ കയറ്റി 2ാമത്തെ ഭാഗത്ത് ഇട്ടിട്ടു. അങ്ങനെ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി. ഇംപ്ലൈസിൻ്റെ അർത്ഥം ഈഫ് ഒരു കാര്യം പറഞ്ഞിട്ട് ദെൻ പിന്നെയും കാര്യം പറയുന്നതാണ് ഇംപ്ലൈസ്. അപ്പോൾ ഈ സിമ്പിളിട്ട് കാണിച്ചാലും ഈഫ് ദെന്നിട്ട് തന്നെയാണ് നമ്മൾ ആൻസർ പറയുന്നത്. ഈഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വലാറ്ററൽ. 2ാമത്തെ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഇത് ചോദ്യം ഈഫ് കഴിഞ്ഞിട്ടുള്ളത് ഇത് പി, ദെൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ക്യൂ. നമ്മുടെ എല്ലാ ചോദ്യവും ഈഫ് പി ദെൻ ക്യൂ ആണ്. എന്നിട്ട് അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതാനാണ് ചോദ്യം. അപ്പം നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ബി എന്ന രൂപത്തിൽ എഴുതിയാലാണ് കോൺട്രാപോസിറ്റീവ് കിട്ടുള്ളൂ. ഈഫ് പി ആണ് ഇത്രയും, എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 എന്നുള്ളത്. ദെൻ കഴിഞ്ഞിട്ടുള്ള ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ് ക്യൂ. അപ്പം നെഗേഷൻ ക്യൂ പറയുമ്പോൾ ഇറ്റ് ആദ്യം വരുവാണ്. ഇറ്റ് ആദ്യം പറയണ്ട. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 അങ്ങനെ പറയുമ്പോഴാണോ നെഗേഷൻ ക്യൂ വരുള്ളൂ. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇനി ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. 3ാമത് ഇഫ് ദ ഇൻറ്റിജർ എൻ ഈസ് ഓർഡർ ദെൻ എൻ സ്ക്വയർ ഈസ് ഓർഡർ. ഇഫ് പി ദെൻ ക്യൂ എന്നാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നെഗേഷൻ ക്യൂ എന്താണ്? ഇഫ് ദ ഇൻറ്റിജർ എൻ സ്ക്വയർ ഈസ് നോട്ട് ഓർഡർ. തുടക്കത്തിന് ഒരു തുടക്കം വേണമല്ലോ, അതുകൊണ്ട് ഈ വാക്കെടുത്ത് ഇങ്ങോട്ട് ഇട്ടു. ഇഫ് ദ ഇൻറ്റിജർ എൻ സ്ക്വയർ ഈസ് നോട്ട് ഓർഡർ ദെൻ എൻ ഈസ് നോട്ട് ഓർഡർ. ദെൻ എൻ ഈസ് നോട്ട് ഓർഡർ. ഇഫ് ദ ഇൻറ്റിജർ എൻ സ്ക്വയർ ഈസ് നോട്ട് ഓർഡർ ദെൻ എൻ ഈസ് നോട്ട് ഓർഡർ. വീണ്ടും ദ ഇൻറ്റിജർ എന്ന് പറയണ്ട. അടുത്തത് 4ാമത്തെ പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എക്സ് ഈസ് ഇക്വൽ ടു 2 ദെൻ എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 എന്നാണ്. ഇത് നമ്മൾ നോക്കണ്ട, ഇത്രയും വായിച്ചാൽ മതി. ഇത് പി ദെൻ കഴിഞ്ഞിട്ടുള്ളത് ക്യൂ. അപ്പോൾ നെഗേഷൻ ക്യൂ എന്താണ്? ഈ ഇംപ്ലൈസിന് വേണ്ടിയിട്ട് ഇഫ് ദെൻ നമ്മൾ ഇടുവാണ്. ഇംപ്ലൈസിന് വേണ്ടിയിട്ട് ഇഫ് തുടക്കത്തിലും ദെൻ ഇടയ്ക്ക് ഇടുവാണ്. ഇഫ് എക്സ് സ്ക്വയർ ഈസ് നോട്ട് ഇക്വൽ ടു 4 ദെൻ എക്സ് ഈസ് നോട്ട് ഇക്വൽ ടു 2. If a square is not equal to 4 then x is not equal to 2. കോൺവേഴ്സിൻ്റെ ഒറ്റ കാര്യയുടെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈഫ് പി ദെൻ ക്യൂ എന്ന രൂപത്തിൽ കിടക്കുന്നതിൻ്റെ കോൺവേഴ്സ് ക്യൂ ഇംപ്ലൈസ് പി. നേരെ തിരിച്ച് എന്ന് വെച്ചാൽ ഈഫ് ക്യൂ ദെൻ പി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇംപ്ലൈസ് എന്ന് വെച്ചാൽ ഈഫ് ഒരു കാര്യം പറയുക ദെൻ പിന്നെ ഒരു കാര്യം പറയുക. ഇതാണ് പി ആയിട്ട് കിടക്കുന്നത്. ഈഫ് പി ദെൻ ക്യൂ. അപ്പോൾ എൻ്റെ കോൺവേഴ്സ് ഈഫ് ക്യൂ ദെൻ ബി. അപ്പോൾ ഈഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ ദെൻ ദ നമ്പർ എൻ ഈസ് ഈവൻ. ഇഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ, ഇതാദ്യം പറയണം, ക്യൂ ആദ്യം പറയണം. ഇഫ് ദ എൻ സ്ക്വയർ ഈസ് ഈവൻ ദെൻ
എ നമ്പർ എൻ ഈസ് ഈവൻ എന്ന് പറയരുത്. ഈ എൻ സ്ക്വയറിൻ്റെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദ നമ്പർ എൻ ഈസ് ഈവൻ. ഇഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ ദെൻ ദ നമ്പർ എൻ ഈസ് ഈവൻ. ആ ദ പറയാൻ ശ്രദ്ധിച്ചോളണം. ഇഫ് ക്യു ആദ്യം പറഞ്ഞു. ഇഫ് എൻ സ്ക്വയർ ഈസ് ഈവൻ ദെൻ ദ നമ്പർ എൻ ഈസ് ഈവൻ. അങ്ങനെ കോൺവേഴ്സും പഠിച്ചു. അപ്പോൾ നിങ്ങൾ കോൺവേഴ്സ് പഠിച്ചു, കോൺട്രാപോസിറ്റീവ് പഠിച്ചു, നെഗേഷൻ പഠിച്ചു. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇഫ് പി ദെൻ ക്യൂ ആണ്. അത് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി എന്ന് പറയുവാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ഇഫ് എൻ സ്ക്വയർ ഈസ് നോട്ട് ഓർഡർ ദെൻ ഇഫ് ദ ഇൻറ്റിജർ എൻ സ്ക്വയർ ഈസ് നോട്ട് ഓർഡർ ദെൻ എൻ ഈസ് നോട്ട് ഓർഡർ. ആവശ്യാനുസരണം ഈ തുടക്കം ഇങ്ങോട്ട് എടുക്കും. ആദ്യം പറയാം. ഇത് ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസെലസ് ദെൻ ഇറ്റ് ഈസ് നോട്ട് ഇക്വിലാറ്ററൽ. ഇത് ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. അടുത്തത് ഇഫ് ദ ഇൻറ്റിജർ എൻ സ്ക്വയർ ഈസ് നോട്ട് ഓർഡർ ദെൻ എൻ ഈസ് നോട്ട് ഓർഡർ. If x square is not equal to 4 then x is not equal to 2. കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ if p then q വിൽ കിടന്നത് if q then p ഇട്ട് പറയുകയാണ്. അപ്പോൾ if n square is even then the number n is even. n സ്ക്വയറിൻ്റെ n അപ്പോൾ the number എന്ന് പറയും. if n square is even then the number n is even. പിന്നെ പലതവണ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ കിട്ടും. അപ്പോൾ നോട്ട് വഴിയെടുത്ത് ഈ 3 കണക്കും പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ആദ്യത്തെ ദിവസം ഞാൻ പരീക്ഷ ഇടുന്നില്ല. അടുത്ത ദിവസം തൊട്ട് പരീക്ഷ ഇട്ടോ.